ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറൽ 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 3.5 കിലോമീറ്ററും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്ററുമാണ്. വിദ്യോദയ സ്കൂളിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിണർവെള്ളവും KWA കണക്ഷനും നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ്. 4 മീറ്ററോളം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. GA ട്യൂബിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ചുറ്റുമതിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ മെയിൻ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ്. ഒരു ഓപ്പൺ പാർക്കിങ്ങും ഒരു കവേർഡ് കാർ പാർക്കിങ്ങുമായിട്ടാണ് ഇവിടെ 2 പാർക്കിങ്ങുകൾ കൊടുത്തിരിക്കുന്നത്. ടൈൽസ് എല്ലാം വിരിച്ച് മുറ്റമെല്ലാം ഭംഗിയാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഗാർഡൻ വർക്കൊക്കെ ബിൽഡർ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ഗ്രാനൈറ്റ് തന്നെയാണ്. വുഡൻ ഫിനിഷ് വരുന്ന നല്ല ഭംഗിയുള്ള സ്റ്റീൽ ഡോറുകളാണ് ബിൽഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികളിലായി തുറക്കാവുന്ന രീതിയിലാണ് ഇവിടെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു കോർണർ സെറ്റ് നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിംഗിൽ നിന്ന് TV യൂണിറ്റിലേക്ക് കണക്ഷൻ വരുന്ന രീതിയിലാണ് വലിയൊരു LED പ്രൊഫൈൽ ലൈറ്റ് ഡിസൈൻ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് സ്പേസ് കൊടുത്ത് ഗാർഡൻ ഏരിയയും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒരു ഡബിൾ ഹൈറ്റഡ് ഡിസൈൻ കൊടുത്തുകൊണ്ടാണ് ബിൽഡർ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേക്ക് താഴെയായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻ ലുക്കിൽ തന്നെയാണ് ഈ വീടിൻ്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി നേരെ ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആക്കിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുഴുവനായി ഒരു ബീജ് കളർ ടോണാണ് ഇവിടെ കിച്ചൺ കബോർഡിൽ നൽകിയിരിക്കുന്നത്. പ്യുവർ ഫ്ലെയിംസിൻ്റെ ഒരു ചിമ്മിണിയും ബിൽഡറുടെ ഓൾറെഡി നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ഇടതുവശത്തായി ഒരു ഗാർഡൻ ഏരിയയും നമുക്കിവിടെ കാണാം. നമുക്കിനി നേരെ ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 11 അടി നീളവും 9 അടി വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ബെഡ്റൂമിൽ നിന്ന് ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുള്ള ഓപ്പണിംഗ് നമുക്ക് കാണാം. ഇവിടെയും ഒരു ഗാർഡൻ ഏരിയ ബിൽഡർ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ 1ാം നിലയിലേക്കൊന്ന് കടന്നു ചെല്ലാം. GA ട്യൂബിൽ വുഡൻ ഫ്ലോറിംഗ് കൊടുത്താണ് സ്റ്റെയർവേ നിർമ്മിച്ചിരിക്കുന്നത്. GA ട്യൂബിൽ തന്നെയാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള ലാൻഡിംഗ് സ്പേസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിറയെ സ്റ്റോറേജ് സ്പേസും അതിന് പുറമെയായി ഇരിക്കുന്നതിനായിട്ടുള്ള ഒരു സെറ്റപ്പും ബിൽഡറിവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇൻഡോർ പ്ലാന്റ്സും ഈ ഭാഗത്തായി നല്ലൊരു ഷാൻലിയറും നമുക്കിവിടെ കാണാം. ടോട്ടലി ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള ഒരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 11 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. വാർഡ്രോബെല്ലാം നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 11 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ വീട്ടിലെ 3 ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 10 അടിയോളം നീളത്തിലാണ് ഈ വീടിൻ്റെ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ടാണ് ബാൽക്കണിയുടെ ഹാൻഡ് റെയിലുകൾ കൊടുത്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്.
മൂന്നര സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 92 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്, കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീടാരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.